ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള കാസർഗോഡ് നിയോജക മണ്ഡലത്തിലാണ്. നമുക്കറിയാം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ രാജ്മോഹൻ ഉണ്ണിത്താൻ 40,000-ൽ പരം വോട്ടുകൾക്കാണ് എതിർ സ്ഥാനാർത്ഥിയായ CPIM-ന്റെ സതീഷ് ചന്ദ്രനെ പരാജയപ്പെടുത്തിയത്. ഇത്തവണയും കോൺഗ്രസിന് വേണ്ടി രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയാണ് രണ്ടാം ഊഴത്തിന് ഇറങ്ങുന്നത്. CPIM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൗമ്യനായ MV ബാലകൃഷ്ണൻ മാസ്റ്ററാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത്. BJPക്ക് വേണ്ടി ML അശ്വിനിയും മത്സരിക്കുന്നുണ്ട്. ത്രികോണ പോരാട്ടം എന്നൊന്നും പറയാൻ കഴിയുന്നില്ലെങ്കിൽ പോലും BJPക്ക് കാസർഗോഡും മഞ്ചേശ്വരത്തും രണ്ടാം സ്ഥാനമാണ് കഴിഞ്ഞ കുറെ നാളുകളായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം കാസർഗോഡ് നിയോജക മണ്ഡലം, അതിനകത്ത് കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്ത് എത്തിയത് BJPയുടെ K ശ്രീകാന്താണ്. ഒന്നാം സ്ഥാനത്ത് എത്തിയത് നമുക്കറിയാം NA നെല്ലിക്കുന്നാണ്. നെല്ലിക്കുന്ന് 3 തവണ ജയിച്ച നിയോജക മണ്ഡലമാണ് കാസർഗോഡ്. അതുപോലെ മഞ്ചേശ്വരത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ കഴിഞ്ഞ തവണ വെറും 745 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. അതിനു മുമ്പ് 89 വോട്ടുകൾക്ക് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന K സുരേന്ദ്രൻ അദ്ദേഹം പരാജിതനായി. അതുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു. എന്നാൽ മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥിയുടെ വിയോഗത്തിന് ശേഷം ആ കേസ് അവസാനിപ്പിക്കുന്ന രീതിയായി. പിന്നീട് അബ്ദുൾ റസാഖിന്റെ വിയോഗം, അതിനുശേഷം ഇവിടെ ബൈ ഇലക്ഷൻ നടന്നിരുന്നു മഞ്ചേശ്വരത്തെ ബൈ ഇലക്ഷനിൽ ഇവിടെ 8,000-ഓളം വോട്ടുകൾക്ക് ലീഗ് ആ മണ്ഡലം നിലനിർത്തി എന്നുള്ളത് ഓർക്കണം. ഉണ്ണിത്താനെ ഇവിടെ ജനങ്ങൾ വിളിക്കുന്നത് ഉണ്ണിച്ച എന്നാണ് സ്നേഹപൂർവ്വം. രാജ്മോഹൻ ഉണ്ണിത്താനെ കുറിച്ച് പല രീതിയിലും ഇടതുപക്ഷം പറയുന്നത് നിങ്ങൾ ഇവിടെ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ജാതീയപരമായിട്ടുള്ള രാഷ്ട്രീയം കളിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നവരോട് BJP ചോദിക്കുന്നുണ്ട്. BJP കൃത്യമായി തന്നെ ഉണ്ണിത്താനോട് ചോദിക്കുന്നത് നിങ്ങളുടെ കുറി മാഞ്ഞു പോയോ, നിങ്ങൾ സ്ഥിരമായി നെറ്റിയിൽ ചാർത്തുന്ന കറുത്ത തിലകം മാഞ്ഞു പോയോ എന്നുള്ള രീതിയിലൊക്കെ ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. മാധ്യമപ്രവർത്തകരും നിരവധി തവണ ഉണ്ണിത്താനോട് ചോദിച്ചാണ്. പക്ഷേ ഉണ്ണിത്താൻ അതിനൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള സ്പഷ്ടമായിട്ടുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, രാജ്മോഹൻ ഉണ്ണിത്താന് കാസർഗോഡ് വലിയ ജനസമ്മതി തന്നെയാണ്, അതിനകത്ത് ഒരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കൂടുമോ കുറയുമോ എന്നുള്ള കാര്യമൊക്കെ അവിടെ നിൽക്കുമ്പോഴും കനത്ത ചൂടാണ് കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും വലിയ ചൂടുള്ള പാലക്കാട്, കാസർഗോഡ്, കോഴിക്കോടൊക്കെ ഏകദേശം 37 ഡിഗ്രി സെൽഷ്യസിലേക്ക് തട്ടി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് നഗരസഭയുടെ കീഴിലുള്ള സ്ഥലത്താണ്. 7 നിയോജക മണ്ഡലങ്ങൾ ചേർന്നതാണ് കാസർഗോഡ്. അതിനകത്ത് കാസർഗോഡ് ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങൾ, അതായത് കാസർഗോഡ്, മഞ്ചേശ്വരം, തൃക്കരിപ്പൂർ, ഉദുമ, കാഞ്ഞങ്ങാട്, പിന്നെ കണ്ണൂരിലുള്ള 2 അസംബ്ലി, ഒന്ന് കല്യാശ്ശേരി, മറ്റൊന്ന് എന്ന് പറയുന്ന പയ്യന്നൂർ. ഇത് ചേർന്നാണ് കാസർഗോഡ് വരുന്നത്. നമുക്കറിയാം CPIM-നെ സംബന്ധിച്ചിടത്തോളം കല്യാശ്ശേരിയിലും പയ്യന്നൂരിലും വലിയ ലീഡാണ് അവർക്ക് സാധാരണഗതിയിൽ കിട്ടുന്നത്. എന്നാൽ CPIM-ന് 3-ാം സ്ഥാനത്തേക്ക് പോവേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് കാസർഗോഡ് നിയോജക മണ്ഡലത്തിലും അതുപോലെ തന്നെ മഞ്ചേശ്വരത്തും. CPIM വളരെ പിന്നിലാണ്. ഇത് ഒക്കെയാണ് കോൺഗ്രസിന് ഒരു പോസിറ്റീവ് ഫാക്ടർ ആകുന്നത്. നമുക്കറിയാം 2014 അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഏകദേശം 6,000 വോട്ടുകൾക്ക് മാത്രമാണ് അന്ന് കാസർഗോഡ് MP ആയിരുന്ന P കരുണാകരനോട് പരാജിതനായത്. അപ്പോൾ അന്നു മുതലേ കോൺഗ്രസിന് വേണമെങ്കിൽ പിടിച്ചെടുക്കാം എന്ന് കരുതുന്ന ഒരു മണ്ഡലമായിരുന്നു. അതാണ് രാജ്മോഹൻ ഉണ്ണിത്താനിലൂടെ സംഭവിച്ചിരിക്കുന്നത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ചില മേഖലകളിൽ CPIM അവിടെ 1-ാം സ്ഥാനത്തെത്തുകയും ചിലയിടത്ത് CPIM അവിടെ 3-ാം സ്ഥാനത്തേക്ക് എത്തും എന്നുള്ളതാണ്. പയ്യന്നൂരിലും കല്യാശ്ശേരിയിലും 1-ാം സ്ഥാനത്തേക്ക് എല്ലാ കാലഘട്ടത്തിലും. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ച സമയത്ത് പോലും പയ്യന്നൂരിലും കല്യാശ്ശേരിയിലും ഇടതുപക്ഷത്തിന് തന്നെയായിരുന്നു മുന്നേറ്റം. പക്ഷേ കാസർഗോഡും മഞ്ചേശ്വരത്തും 3-ാം സ്ഥാനത്ത്, അതും വളരെ ദയനീയമായി 3-ാം സ്ഥാനത്തേക്ക്. ഈ ഒരു ലീഡാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ ഏറ്റവും കൂടുതൽ ആധിപത്യം നേടിയെടുക്കാൻ സഹായിച്ച ഒരു കാര്യം. കഴിഞ്ഞ തവണത്തെ 40,300-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഇത്തവണ 1,50,000-ലേക്ക് ഉയർത്താൻ കഴിയും എന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിശ്വാസം. അങ്ങനെയല്ല, MV ബാലകൃഷ്ണ മാസ്റ്ററിലൂടെ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന CPIM-ന്റെ ഉദ്ദേശം. എന്നാൽ ഒരു ത്രികോണ പോരാട്ടത്തിനുള്ള എല്ലാ രീതിയിലുള്ള സാധ്യതയുമുണ്ട്. നരേന്ദ്രമോദിയുടെ എല്ലാ രീതിയിലുള്ള സ്കീമും നടപ്പിലാക്കാൻ തനിക്ക് കഴിയും എന്ന ആത്മവിശ്വാസവുമായി ML അശ്വിനിയും. അവർക്കാണെങ്കിൽ നിരവധിയായ ഭാഷകൾ, തുളു, കന്നഡ, അതുപോലെ തന്നെ നമുക്കറിയാം ഈ പ്രദേശം എന്ന് പറയുന്നതിന്, കാസർഗോഡ് എന്ന് പറയുന്ന സ്ഥലം തന്നെ സപ്തഭാഷാ സംഗമ ഭൂമിയാണ്. നിരവധി ഭാഷകൾ അറിയാവുന്ന ഒരു
പ്രവർത്തക കൂടിയാണ് ML അശ്വിനി. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് BJP ഇവിടെ അവതരിപ്പിക്കുന്നത്. 38 വയസ്സുകാരിയായ ഒരു സ്ഥാനാർത്ഥിയാണ് BJP ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താനിലൂടെ മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷ കോൺഗ്രസ് ഇവിടെ വ്യക്തമായി അർപ്പിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷത്തിന് ഈ മണ്ഡലം തിരിച്ചു പിടിച്ചേ തീരൂ. കാരണം AKG ഉൾപ്പെടെയുള്ളവർ ജയിച്ചു പോയ മണ്ഡലമാണ്. ഈ കരുണാകരൻ 3 തവണ ജയിച്ച മണ്ഡലമാണ്. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ എങ്ങനെയായിരിക്കും ഉടലെടുക്കുന്നത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അനവധിയാണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിലും 1ാം സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ.